ഹലോ കുട്ടികളെ, നമ്മുടെ കെമിസ്ട്രി എക്സാം കഴിഞ്ഞു. ഇനി അടുത്ത എക്സാം വരുന്നത് ബയോളജി ആണ്. അപ്പൊ അതിനിടയ്ക്ക് 4 ദിവസം ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ അത് ഇന്നും നാളെ കുറച്ച് സമയം നിങ്ങൾ ഫിസിക്സിന് വേണ്ടി മാറ്റി വയ്ക്കുക. കാരണം ഫിസിക്സ് ഒരു ദിവസം ഗ്യാപ്പല്ലേ ഉള്ളൂ. ഫിസിക്സ് 14 ചാപ്റ്റർ കവർ ചെയ്യാണ്ട് ഒരു ദിവസം ഗ്യാപ്പേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഇന്നും നാളെ ആയിട്ട് ഒരു 4 ചാപ്റ്റർ കവർ ചെയ്യാം. ചെറിയ ചാപ്റ്റേഴ്സ് കവർ ചെയ്താൽ മതി. ഫസ്റ്റ് ചാപ്റ്റർ യൂണിറ്റ് മെഷർമെന്റ്, സിസ്റ്റം ഓഫ് പാർട്ടിക്കൽ റൊട്ടേഷൻ മോഷൻ, അതുപോലെ മെക്കാനിക്സ് ഓഫ് സോളിഡ്സ്, കൈനറ്റിക് തിയറി, അങ്ങനെ 4 ചാപ്റ്റർ എന്ത് ചെയ്യാം നിങ്ങൾ കവർ ചെയ്യാം. ദെൻ ഈ വീഡിയോ നമ്മൾ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞാൽ പല കുട്ടികൾക്കും ഫിസിക്സ് ഏതൊക്കെ ടോപ്പിക് പഠിക്കാണ്ടെന്നോ ഇമ്പോർട്ടൻ്റ് ടോപ്പിക് ഏതെന്നോ ഇതൊന്നും അറിയില്ല. പല ആൾക്കാരും മെസ്സേജ് കിട്ടും. അപ്പൊ നമ്മൾ ഈ വീഡിയോ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ടോപ്പിക്സ് പറയുന്നു. അതായത് ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് ഓരോ ചാപ്റ്ററിന്റെ അതിന്റെ ഡീറ്റെയിൽ വീഡിയോ ആണ് പറയുന്നത്. ഓക്കെ, ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഓരോ ചാപ്റ്റർ വൈസ് 1 മാർക്ക് ക്വസ്റ്റ്യൻസ്, ന്യൂമറിക്കല്, അതുപോലെ ഡെറിവേഷൻസ് ഷോർട്ട് ആയിട്ട് അതിന്റെ വേറെ വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോയിൽ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് മാത്രമാണ്. ഓക്കെ, അപ്പം ഫസ്റ്റ് ചാപ്റ്റർ യൂണിറ്റ് മെഷർമെന്റ്. അപ്പൊ യൂണിറ്റ് മെഷർമെന്റിനകത്ത് നിങ്ങൾ പ്രധാനമായി ഓർത്തിരിക്കേണ്ടത് അത് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ് ആൻഡ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആണ്. എന്തെന്ന് മാത്രം പഠിക്കുക, എക്സാമ്പിൾ പഠിക്കുക, അത്രയും മതി. ദെൻ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്, അതിന്റെ റൂൾസ് ഒന്നും പഠിക്കേണ്ട. ആ ഫിഗേഴ്സ് നിങ്ങൾ കെമിസ്ട്രി പഠിച്ച എന്താണോ അത് തന്നെയാണ് പഠിക്കേണ്ടത്. ദെൻ അതില്ലാതെ സബ്ട്രാക്ഷനും അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും അതിനകത്ത് ഈ ഫിഗേഴ്സ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതും കൂടെ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. അതാണ് റൗണ്ടിങ് ഓഫ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ദെൻ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി സ്റ്റേറ്റ് ചെയ്യാൻ പഠിക്കണം. അതിനകത്തൊരു ക്വസ്റ്റ്യൻ വരും, വെലോസിറ്റി ടെമ്പറേച്ചർ ആഡ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ, പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ദെൻ ഡയമെൻഷൻ, 18 കൊണ്ട് ഡയമെൻഷൻ എന്ത് ചെയ്യുക, കാണാതെ പഠിക്കുക. ഓക്കെ, അത് പഠിച്ചേ പറ്റും, വേറെ നിവൃത്തി ഒന്നുമില്ല. ഓക്കെ, ദെൻ ഡയമെൻഷൻ പഠിക്കുമ്പോൾ തന്നെ അതുമായി ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഒന്നെന്താണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഏതാണ്, ചെക്ക് ദ കറക്റ്റ്നെസ്. ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്, ഞാൻ ഓരോ ഇക്വേഷന്റെ കേസൊക്കെ ഗ്രൂപ്പിൽ ഇട്ട് തരാം. ഓക്കെ, ദെൻ അതിനെന്താണ് ഡിറൈവ് റിലേഷൻ ബിറ്റ്വീൻ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അവിടെയും ഞാൻ മെയിൻ കാര്യങ്ങൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ, വേറെ ഇക്വേഷൻസ് ഉണ്ട്, എല്ലാം ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, ദെൻ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സെയിം ക്വാണ്ടിറ്റി ഉള്ള ഡയമെൻഷൻസ്, അതുപോലെ യൂണിറ്റ് ഉണ്ട് ഡയമെൻഷൻ ഇല്ല, ദെൻ ഡയമെൻഷൻ ഇല്ല യൂണിറ്റ് ഇല്ല, ആ കോൺസെപ്റ്റ് ഒക്കെ ഒന്ന് പറഞ്ഞു പോവുക. ഓക്കെ, ലാസ്റ്റ് വൺ ലിമിറ്റേഷൻ. ലാസ്റ്റ് എന്താണ്, ഡയമെൻഷന്റെ ലിമിറ്റേഷൻസ്. ഇത്രയും നിങ്ങൾ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നോക്കി വെക്കുക. ഓക്കെ, ദെൻ സെക്കൻഡ് ചാപ്റ്ററിലോട്ട് പോകുമ്പോഴേക്കും മോഷനെ സ്ട്രൈറ്റ് ലൈനാണ്. വളരെ ചെറിയ ചാപ്റ്ററാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ഫസ്റ്റ് കേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ആവറേജ് വെലോസിറ്റി ആൻഡ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ഡിഫറൻസ് പഠിച്ചു വയ്ക്കുക. ദെൻ യൂണിഫോം മോഷനും യൂണിഫോം ആക്സിലേഷനും. അതിനകത്ത് എന്താണ് യൂണിഫോം മോഷൻ പഠിച്ചു വയ്ക്കുക. യൂണിഫോം മോഷനിൽ ആരാണ് കോൺസ്റ്റന്റ്, യൂണിഫോം ആക്സിലേഷൻ എന്താണ്, അവിടെ ആരാണ് കോൺസ്റ്റന്റ്. ഇത്രയും മാത്രം പഠിച്ചാൽ മതി, ഒരുപാട് ഡെപ്തിൽ അത് പഠിക്കേണ്ട ആവശ്യമില്ല അതിനകത്ത്. ഓക്കെ, ദെൻ റിട്ടാർഡേഷൻ എന്താണെന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, എല്ലാ ഗ്രാഫ് ഒരൊറ്റ ഗ്രാഫ് വിട്ടുപോലെ ഗ്രാഫിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവും, മസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അതുകൊണ്ട് എല്ലാ ഗ്രാഫും എന്ത് ചെയ്യുക, വൃത്തിയായിട്ട് പഠിക്കുക. ദെൻ ഡെറിവേഷൻ 3 ഡെറിവേഷനകത്തുള്ളൂ. E = U + AT, SE = UT + ½ AT², V² = U² + 2as. അതിൽ സെക്കൻഡ് ഡെറിവേഷൻ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഡെറിവേഷൻസ്. 3 പഠിച്ചിരിക്കണം, പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഡെറിവേഷൻ ഇത് തന്നെയാണ്. ഓക്കെ, അത് കഴിഞ്ഞ് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്താണ്, ഡെഫിനിഷൻ പഠിക്കുക, ഇക്വേഷൻ പഠിക്കുക, അത്രയും പഠിച്ചാൽ മതി. അത് കഴിഞ്ഞ് ഗ്രാഫ് ബേസ്ഡ് ന്യൂമറിക്കൽ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്യും കേട്ടോ. ന്യൂമറിക്കൽ ഞാൻ അപ്ലോഡ് ചെയ്ത് തരാം. ആ ന്യൂമറിക്കൽ സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. 7 മാർക്കുള്ള ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്റർ ഏതാണ്, മോഷനെ പ്ലെയിൻ. വലിയ ചാപ്റ്റർ ആണ്. അപ്പൊ അതിനകത്ത് ആദ്യം പഠിക്കുന്ന ടൈപ്സ് ഓഫ് വെക്ടർ പഠിക്കുക. എല്ലാത്തിന്റെ വെക്ടർ ഡെഫിനിഷൻ മാത്രം പഠിച്ചാൽ മതി. ഇവിടെ തന്നെ ഉണ്ട് ഈക്വൽ വെക്ടർ, നെഗറ്റീവ് വെക്ടർ എന്താണ്, യൂണിറ്റ് വെക്ടർ എന്താണ്, ഓർത്തോഗണൽ വെക്ടർ എന്താണ്, സീറോ വെക്ടർ എന്താണ്, പൊസിഷൻ വെക്ടർ എന്താണ്. അപ്പൊ ഇതിനൊക്കെ എന്ത് ചെയ്യുക, ഡെഫിനിഷൻ മാത്രം പഠിച്ചു വയ്ക്കുക. സീറോ വെക്ടർ പഠിക്കുമ്പോൾ എക്സാമ്പിൾ പഠിച്ചു വയ്ക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് 2 ലോ പഠിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് പഠിക്കുന്നത്, ഒന്ന് ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡിഷൻ സ്റ്റേറ്റ്മെന്റ് മാത്രം പഠിച്ചു വയ്ക്കുക. ഗ്രാഫ് കൂടെ ഓർത്തിരിക്കുക കേട്ടോ, ഗ്രാഫിക് റെപ്രസെന്റേഷൻ. ദെൻ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ അതും സ്റ്റേറ്റ്മെന്റ് പഠിച്ചു വയ്ക്കുക. അവിടെ നിന്ന് ഒരു ഇമ്പോർട്ടന്റ് ഡെറിവേഷൻ വരുന്നുണ്ട് വെക്ടർ അഡിഷനുമായി ബന്ധപ്പെട്ട ഡെറിവേഷൻ. എന്താണ്, R = √(a² + b² + 2ab cos θ). മസ്റ്റ് ആയിട്ട് ചോദിക്കും, ആ ഡെറിവേഷൻ പഠിച്ചു വയ്ക്കണം. ഓക്കെ, ദെൻ അതിനുശേഷം വരുന്ന റെസൊല്യൂഷൻ ഓഫ് വെക്ടർ. അപ്പൊ ഒരു വെക്ടർ വരച്ചിട്ട് അത് 2 ആയിട്ട് സ്പ്ലിറ്റ് ആവുന്നു, ഒന്ന് cos θ ഒന്ന് sin θ, അത്രയും മാത്രം പഠിച്ചാൽ മതി, വേറെ ഒന്നൊന്നും പഠിക്കുകയില്ല. ഓക്കെ, ദെൻ പ്രൊജക്റ്റൈൽ മോഷൻ. ഒരൊറ്റ പോയിന്റ് പോലും പ്രൊജക്റ്റൈൽ മോഷനിൽ വിട്ടുപോകരുത്, കാരണം മസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അതിനകത്ത് 4 മാർക്കോളം ചോദിച്ചാൽ 4 മാർക്കും ചോദിക്കും. അതുകൊണ്ട് ഒരൊറ്റ പോയിന്റ് വിടരുത്. ഞാൻ PDF ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതിനകത്ത് ഒരു 5 പോയിന്റ്സ് ഉണ്ട്. അതുകൂടാതെ 3 ഡെറിവേഷൻ ഉണ്ട്, ഒരു പ്രൂഫ് ഉണ്ട്. ഇത്രയാണ് പ്രൊജക്റ്റൈൽ മോഷനകത്തുള്ളത്. അത് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. അത് വൃത്തിയായിട്ട് പഠിച്ചു പോകണം. ഓക്കെ, ദെൻ അടുത്തുള്ളത് യൂണിഫോം സർക്കുലർ മോഷൻ. യൂണിഫോം സർക്കുലർ മോഷൻ എന്താണെന്ന് പഠിച്ചു വയ്ക്കുക.
ഫസ്റ്റ് യൂണിറ്റ് സർക്കുലർ മോഷൻ എന്താണ്, അതിനകത്ത് ആരാണ് ഏത് ക്വാണ്ടിറ്റി ആണ് കോൺസ്റ്റന്റ് വരുന്നത്, അതാണ് ഓർത്തിരിക്കേണ്ടത്. അത് കഴിഞ്ഞ് അതുമായി ബന്ധപ്പെട്ട രണ്ട് ഡെറിവേഷൻസ് ഉണ്ട്. ഒന്ന് ലീനിയർ വെലോസിറ്റിയും, രണ്ട് ആംഗുലാർ വെലോസിറ്റി വിയും ഒമേഗ റിലേഷൻ, വി ഈക്വൽ ടു ആർ ഒമേഗ. കുഞ്ഞു ഡെറിവേഷൻ, രണ്ട് സ്റ്റെപ്പേ ഉള്ളൂ. അതുപോലെ എ ഈക്വൽ ടു ആർ ആൽഫ, അതൊരു കുഞ്ഞു ഡെറിവേഷനാണ്. ആ രണ്ടും പഠിച്ചു വയ്ക്കുക, രണ്ട് സ്റ്റെപ്പേ ഉള്ളൂ. അതിനുശേഷം ഈ ചാപ്റ്ററിലെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ. ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ എന്ന് ചോദിക്കും. അത് പഠിക്കുമ്പോൾ അതിനകത്ത് വെലോസിറ്റിയുടെയും ആക്സലേഷന്റെയും ഡയറക്ഷനും കൂടെ ഓർത്തിരിക്കണം. അപ്പം ഇത്രയാണ് മോഷന്റെ പ്ലെയിനകത്ത് വരുന്നത്. ന്യൂമറിക്കലുണ്ട്, ഞാൻ സെപ്പറേറ്റ് പറയുന്നതായിരിക്കും, ഇതിനകത്ത് പറയാത്തതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചാപ്റ്റർ ചെയ്താ ലോസ് ഓഫ് മോഷൻ. ലോസ് ഓഫ് മോഷനിൽ ഫസ്റ്റ് പഠിക്കുന്ന ന്യൂട്ടൺസ് ലോസ് ആണ്. 3 ലോസ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, സ്റ്റേറ്റ്മെന്റ് ഓർത്തിരിക്കുക. അത് ചോദിക്കാറുണ്ട് കേട്ടോ, സ്ഥിരമായി ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ ഓർത്തിരിക്കാൻ പറയുന്നത്. ദെൻ അതിനുശേഷം ഇനർഷ്യ എന്താണെന്ന് പഠിക്കുക. ഓക്കെ, 3 ടൈപ്പ് ഉണ്ട്, പേരങ്ങ് പഠിച്ചു വയ്ക്കുക, 2 എക്സാമ്പിൾസ് ഓർത്തിരിക്കുക. അതിനുശേഷം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇനർഷ്യയും മാസുള്ള റിലേഷൻ എന്താണ്, ഇനർഷ്യ കൂടിയ മാസ് കൂടും, ഇത്രേ ഉള്ളൂ, അതുകൂടെ ഓർത്തിരിക്കുക. ദെൻ അതിനുശേഷം എഫ് ഈക്വൽ എം എ ഡെറിവേഷൻ, അത് ഓർത്തോണം, അത് പഠിച്ചു വയ്ക്കണം. കുഞ്ഞ് ഡെറിവേഷൻ ആണെന്ന് വെച്ച് വിട്ടുപോകരുത്, ചോദിച്ചിട്ടുണ്ട്, സ്ഥിരമായി ചോദിക്കാറുമുണ്ട്. അപ്പം എഫ് ഈക്വൽ എം എ എന്ന ഡെറിവേഷൻ ഓർത്തിരിക്കുക, പഠിക്കുക. ദെൻ മൊമെന്റ് ഇമ്പൾസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ചെയ്യാൻ മാത്രം പഠിച്ചാൽ മതി. ചേഞ്ച് മൊമെന്റ് ഈസ് ഈക്വൽ ടു ഇമ്പൾസ്, ഇത്രേ ഉള്ളൂ. ദെൻ അതിനുശേഷം എന്താ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം സ്റ്റേറ്റ്മെന്റ് പഠിച്ചു പഠിക്കണം. പ്രൂഫ്, 2 പ്രൂഫ് ഉണ്ട്, ബേസ്ഡ് ഓൺ സെക്കൻഡ് ലോ ഉണ്ട്, തേർഡ് ലോ ഉണ്ട്. 2 പ്രൂഫും കൃത്യമായി പഠിച്ചു വയ്ക്കണം. ഓക്കെ, മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഈ മോഡൽ എക്സാം ചോദിച്ചില്ല, അതുകൊണ്ട് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, ദെൻ അതിനുശേഷം അതിനകത്ത് വരുന്നത്, അതായത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ലീനിയർ മൊമെന്റത്തിനകത്ത് വരുന്നതാണ് റീകോയിൽ ഓഫ് വെലോസിറ്റി. അപ്പൊ റീകോയിൽ ഓഫ് ഗൺ ആരുടെ ആപ്ലിക്കേഷൻ എന്ന് ചോദിച്ചാൽ ലോ ഓഫ് കൺസർവേഷൻ ലീനിയർ മൊമെന്റോ ആണ്. അതിന്റെ എക്സ്പ്രഷൻ ഡെറൈവ് ചെയ്യാൻ പറയും. ഇതൊക്കെ കുഞ്ഞു ഡെറിവേഷൻസ് ആണ്. ഈ കുഞ്ഞു ഡെറിവേഷൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫിസിക്സിൽ ഇപ്പം ചോദിച്ചു വരുന്നതെല്ലാം ചെറിയ ഡെറിവേഷൻസ് ആ കൂടുതലും ചോദിക്കുന്നത്, 2 മാർക്കിനുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ റീകോ വെലോസിറ്റി ഒക്കെ എന്ത് ചെയ്യാം, ചോദിക്കാം. ഓക്കെ, അടുത്ത് വരുന്നത് ഫ്രിക്ഷൻ എന്താണ്. ഫ്രിക്ഷൻ കേസ് പഠിക്കുമ്പോൾ എന്താണ് ഫ്രിക്ഷൻ ചോദിക്കൂല. നമ്മൾ അതിനകത്ത് ഓർത്തിരിക്കുകയാണ്, ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ ഓർത്തിരിക്കുക. 2 ടൈപ്പ് ഫ്രിക്ഷൻ ഉണ്ട്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ട്, കൈനറ്റിക് ഉണ്ട്. സ്റ്റാറ്റിക് പഠിക്കുമ്പോൾ അതിനകത്ത് ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ പഠിക്കുന്നുണ്ട്. കൈനറ്റിക് പഠിക്കുമ്പോൾ അതിനകത്തുണ്ട് ലോസ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ ഉണ്ട്. അതിനുശേഷം അവിടെ ടേം പഠിക്കുന്നുണ്ട്, ലിമിറ്റിംഗ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്താണ്. ഇതൊക്കെ ഡെഫിനേഷൻ മാത്രം പഠിച്ചു പോയാൽ മതി. ഫ്രിക്ഷന്റെ അഡ്വാൻറ്റേജസ് എന്താണ്, ലിമിറ്റേഷൻ എന്താണ്, ഫ്രിക്ഷൻ കുറയ്ക്കാൻ എന്തൊക്കെ ചെയ്യേണ്ടത്, ഇതൊന്നും ഡീറ്റെയിൽഡ് പഠിക്കേണ്ട, എല്ലാ ഡെഫിനേഷൻ 1 മാർക്ക് ലെവലിൽ പഠിച്ചു പോയാൽ മാത്രം മതി. ഓക്കെ, അതാണ് ഫ്രിക്ഷന്റെ കേസ് പഠിക്കേണ്ടത്. ഓക്കെ, അതിനുശേഷം മോഷൻ ഓഫ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് 2 ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന് ലെവൽ റോഡിലെ കാറിന്റെ മോഷൻ, അവിടുത്തെ മാക്സ് വെലോസിറ്റി കാണാൻ പറയും, ഡെറൈവ് ചെയ്യാൻ പറയും, അത് ചെറിയ ഡെറിവേഷൻ ആണ്, ചോദിക്കുന്നതാണ്. ദെൻ ബാംഗ്ലൂർ റോഡ്, അത് എല്ലാവർക്കും അറിയുന്നതാണ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്, നമുക്ക് വിട്ടുപോകാൻ പറ്റില്ല, റിപ്പീറ്റ് ചെയ്യും. ഓക്കെ, ഈ വർഷം പ്രോബ്ലം ചോദിച്ചത് മോഡൽ എക്സാമിന്. ഓക്കെ, ഇതൊക്കെയാണെങ്കിൽ ഫൈനൽ എക്സാമിന് സെയിം പ്രോബ്ലം റിപ്പീറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഡെറിവേഷൻ ചോദിക്കും. അതുകൊണ്ട് അത് വിട്ടുപോകരുത്, കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ ഇത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ഈ വർഷത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ഈ ബാംഗ്ലൂർ റോഡിലെ മാക്സിമം വെലോസിറ്റിക്കാണ് ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ. ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കട്ടെ. ഈ 1 മാർക്ക് ക്വസ്റ്റ്യൻസും 2 മാർക്കും പല ആൾക്കാരും ഡൗട്ടൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഡെറിവേഷൻസ് ഷോർട്ടാക്കി അപ്ലോഡ് ചെയ്ത് തരാം. ഓക്കെ, ഇപ്പോഴത്തേക്ക് ഞാൻ ടോപ്പിക്ക് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. ദെൻ വർക്ക് എനർജി പവർ. അപ്പൊ അതിനകത്ത് ആദ്യം എന്താണ് വർക്ക് എന്ന് ചോദിക്കാറില്ല. വർക്കിന്റെ യൂണിറ്റ് പഠിക്കുക, അതൊരു സ്കെയിലർ കൊണ്ട് അറിഞ്ഞിരിക്കുക. ടൈപ്സ് ഓഫ് വർക്ക് പഠിക്കുക, 0 വർക്ക്, പോസിറ്റീവ് വർക്ക്, നെഗറ്റീവ് വർക്ക്. ഇതിന്റെയൊക്കെ എക്സാമ്പിളാണ് പഠിച്ചിരിക്കേണ്ടത്. എക്സാമ്പിൾ തന്നിട്ട് ഇതിൽ ഏതാണ് 0, ഏതാണ് പോസിറ്റീവ്, ഏതാണ് നെഗറ്റീവ് എന്ന് ചോദിക്കാം. പിന്നെ 0 വർക്കിന്റെ കണ്ടീഷൻസ് ചോദിക്കാം. അതാണ് അത്രയും അതിൻ്റെ വരുന്നത്. ഓക്കെ, ദെൻ കൺസർവേറ്റീവ് ഫോഴ്സ്, നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എക്സാമിന് ഉണ്ടായിരുന്നേ, റിപ്പീറ്റ് ചെയ്യേ. വേറെ എന്താണ് കൺസർവേറ്റീവ്, ഒറ്റ ലൈൻ പഠിച്ചു വയ്ക്കുക. എന്താണ് നോൺ കൺസർവേറ്റീവ് പഠിച്ചു വയ്ക്കുക, എക്സാമ്പിൾ പഠിച്ചു വയ്ക്കുക, വേറെ ഒന്നും വേണ്ട അതിനകത്ത്. ഓക്കെ, കൺസർവേറ്റീവിനകത്ത് 2 പ്രോപ്പർട്ടീസ് ഉണ്ട്. അതേ പ്രോപ്പർട്ടിയാണ് ഇവിടെ വരുന്നത്. നോൺ കൺസർവേറ്റീവ് നേരെ ഓപ്പോസിറ്റ് ആണ്. ഇവിടെ ക്ലോസ്ഡ് പാത്തിന്റെ വർക്ക് ഡൺ 0 ആണ്, ഇവിടെ വർക്ക് ഡൺ എന്തല്ല, 0 അല്ല. അങ്ങനെ ഒരേ പ്രോപ്പർട്ടീസ് ജസ്റ്റ് മാറ്റിയിട്ടാൽ മാത്രം മതി. ഇവിടെ ആണ്, അവിടെ അല്ല എന്ന് പഠിക്കാൻ എളുപ്പമാണ്. ഓക്കെ, അപ്പം കൺസർവേറ്റീവ് ഫോഴ്സ് പഠിച്ചാൽ നേരെ ഓപ്പോസിറ്റ് കാര്യമായിരിക്കും നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് വരുന്നത്. എക്സാമ്പിൾ പഠിക്കാൻ മറന്നു പോകരുത്. ഓക്കെ, ദെൻ ഡെറിവേഷൻസ്. ഡെറിവേവ് വരുന്നത് ഒന്ന് കൈനറ്റിക് എനർജി ഓഫ് എ ബോഡി, 12 mv² ഡിറൈവ് ചെയ്യുന്നത്, കുഞ്ഞ് ഡെറിവേഷൻ പഠിച്ചു വെക്കണം. ദെൻ വർക്ക് എനർജി തിയറം, എക്സാം മോഡൽ എക്സാം ഉണ്ടായിരുന്നു, റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, എൻ്റെ സ്റ്റേറ്റ്മെന്റ് പഠിച്ചു വയ്ക്കുക. ദെൻ അവിടെ നിന്ന് എന്ത് ചെയ്യുക, പ്രൂഫ്, അത് ഒരു ചെറിയ പ്രൂഫാണ്, പഠിച്ചു വയ്ക്കണം. ദെൻ അതിനുശേഷം ഉള്ളത് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി.
അപ്പം കൺസ്ട്രക്ഷൻ മെക്കാനിക്കൽ സ്റ്റേറ്റ് പഠിച്ചു വയ്ക്കുക, പ്രൂഫ് പഠിക്കുക. അത് മോളിൽ ചോദിച്ചില്ല, ചിലപ്പോൾ അതായിരിക്കും റിപ്പീറ്റ് ചെയ്യുന്നത് കേട്ടോ. കാരണം ഈ ചാപ്റ്ററിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഒന്നാണത്. അതായത് എ ബി സി 3 പോയിന്റ് എടുത്തിട്ട് എയിലെയും ബിയിലെയും സിയുടെയും പൊട്ടൻഷ്യയുടെയും കൈനറ്റിയുടെയും സമ്മ് മെക്കാനിക്കൽ എനർജി അത് ഈക്വൽ ആണ് പ്രൂവ് ചെയ്യുന്ന ഡെറിവേഷൻ. സിമ്പിൾ ഡെറിവേഷൻ ആണ്. അത് ചോദിച്ചില്ല, അത് ചോദിക്കാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ മാറ്റി ചോദിക്കുകയാണെങ്കിൽ ഇതാണ് ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതൽ. പിന്നെ അതിനുശേഷം പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സ്പ്രിങ്ങിന്റെ പൊട്ടൻഷ്യൽ ഡെറിവേഷൻ ½ എന്ന ഡെറിവേഷൻ ആണ്, അത് ചോദിക്കും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഗ്രാഫിക്കൽ വേരിയേഷൻ ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. ഒരു പാരബോളിക് ഗ്രാഫ് പഠിക്കാണ്ട് ഞാൻ ഗ്രാഫുകളൊക്കെ ഷെയർ ചെയ്ത് തരാം. അപ്പൊ അതിനകത്തുള്ളതാണ്. അതിനുശേഷം പവർ വെലോസിറ്റി റിലേഷൻ. എന്താണ് റിലേഷൻ ബിറ്റ്വീൻ പവർ ആൻഡ് വെലോസിറ്റി? ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതിയേ. അതിനുശേഷം കൊളിഷൻ ടൈപ്സ് ഓഫ് കൊളിഷൻ. ഇലാസ്റ്റിക് കൊളിഷൻ ഉണ്ട്, ഇൻലാസ്റ്റിക് കൊളിഷൻ ഉണ്ട്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് കൊളിഷൻ ഉണ്ട്. എല്ലാത്തിനെയും 1 മാർക്ക് 1 വേർഡ് ഡെഫിനിഷൻ മാത്രം പഠിച്ചാൽ മതി. ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രൂഫ്. അതായത് ഇലാസ്റ്റിക് കൊളിഷനിൽ റിലേറ്റീവ് വെലോസിറ്റി ആഫ്റ്റർ കൊളിഷൻ ഈസ് ന്യൂമറിക്കലി ഈക്വൽ ടു റിലേറ്റീവ് വെലോസിറ്റി ബിഫോർ കൊളിഷൻ എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻ ആണ്. ഓക്കെ, ദെൻ അടുത്ത ചാപ്റ്റർ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആർ റൊട്ടേഷൻ മോഷൻ. അതിനകത്ത് സെൻട്രോ മാസ് പഠിക്കുമ്പോൾ നിങ്ങൾ ഡെറിവേഷൻസ് പഠിക്കേണ്ട ആവശ്യമില്ല, ഇക്വേഷൻസ് മാത്രം പഠിച്ചാൽ മതി. പൊസിഷൻ വെക്ടർ കാണുന്ന ഇക്വേഷൻ, വെലോസിറ്റി കാണുന്ന ഇക്വേഷൻ, ആക്സിലേഷൻ കാണുന്ന ഇക്വേഷൻ. ഓക്കെ, ഇക്വേഷൻസ് മാത്രം മതി. ദെൻ ആംഗുലാർ ഇതിനകത്ത് പഠിക്കുന്ന എല്ലാ ക്വാണ്ടിറ്റി, ആംഗുലാർ ആക്സിലേഷൻ പഠിക്കുന്നുണ്ട്, ആംഗുലാർ മൊമെന്റം പഠിക്കുന്നുണ്ട്, ടോർക്ക് പഠിക്കുന്നുണ്ട്. ഇവനെല്ലാത്തിൻ്റെ യൂണിറ്റ് വേണം, ഡയമെൻഷൻ വേണം, ഇക്വേഷൻ വേണം. ഓക്കെ, അത് ഇത്രയും നമുക്ക് കറക്റ്റായിട്ട് പഠിച്ചു വെക്കണം. സ്ഥിരമായിട്ട് യൂണിറ്റും ഡയമെൻഷൻ ചോദിക്കാറുണ്ട്. പിന്നെ ഉള്ളത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലാർ മൊമെന്റം. ഈ എക്സാമിന് ചോദിച്ചാൽ വീണ്ടും ചോദിക്കും. dl/dt = ടോ. ആ ഡെറിവേഷൻ സ്ഥിരമായി ചോദിക്കുന്നതാണ്, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കും. ദെൻ ആംഗുലാർ മൊമെന്റത്തിന്റെ കൺസിഡറേഷൻ, ലോ ഓഫ് കൺസിഡറേഷൻ ആംഗുലാർ മൊമെന്റം. അതായത് ഇങ്ങനെ 2 ഫിഗർ നോക്കിയിട്ടുണ്ടായിരിക്കും, ഒരു ഫിഗർ ഇങ്ങനെ, ഒരു ഫിഗർ ഇങ്ങനെ. ഈ 2 ഫിഗറിൽ ഐക്കും ഒമേയ്ക്കും എന്ത് മാറ്റമാണ് വരുന്നത്? ഇതാണ് ലോ ഓഫ് കൺസിഡറേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം പറയുന്നത്. ഓക്കെ, ഞാൻ ഡീറ്റെയിൽ വീഡിയോയിലൊക്കെ ഇടുന്നതായിരിക്കും കേട്ടോ. ബാക്കി ഉള്ളത് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇക്വേഷനും അതിന്റെ യൂണിറ്റ് ഡയമെൻഷൻ മാത്രം പഠിച്ചാൽ മതി. റൊട്ടേഷൻ കഴിഞ്ഞിട്ട് ഡെറിവേഷൻ ആണ്, അത് പഠിച്ചു വെക്കണം. ദെൻ റേഡിയസ് ഓഫ് റേഡിയേഷൻ, ദെൻ ഗ്രാവിറ്റേഷൻ. ഇതിനകത്ത് മെയിൻ ടോപ്പിക്കുകൾ ഏതൊക്കെയാ? ഒന്ന് ആക്സിഡന്റ് ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ പോയിന്റ് ഡ്യൂ ടു ഡെപ്ത് ഹൈറ്റ്, അത് പഠിച്ചു വെക്കണം. എസ്കേ വെലോസിറ്റി, ഓർബിറ്റൽ വെലോസിറ്റി, ദെൻ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. അങ്ങനെ 5 ഡെറിവേഷൻസ് ആണ് ഉള്ളത്. ബാക്കി കെപ്ലേഴ്സ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് പഠിച്ചു വയ്ക്കുക. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് യൂണിറ്റ് ഡയമെൻഷൻസ് ഓർത്തിരിക്കുക. ഓക്കെ, ദെൻ അടുത്ത മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് വരുമ്പോഴേക്കും ഡെറിവേഷൻ ഇല്ലാത്ത ചാപ്റ്റർ ആണ്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഏതെന്ന് ചോദിച്ചാൽ ഗ്രാഫ. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫാണ് പഠിച്ചു വെക്കേണ്ടത്. അതിനകത്ത് പോയിന്റുകളൊക്കെ പഠിച്ചു വയ്ക്കുക. സ്ട്രെയിന് സ്ട്രെസ് ടൈപ്പ് പഠിച്ചു വയ്ക്കുക. മോഡുലസ് വെലോസിറ്റി ടൈപ്സ് പഠിച്ചു വയ്ക്കുക. ദെൻ അതിനകത്തുള്ള ബാക്കി ക്വസ്റ്റ്യൻസ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നോക്കി പോയാൽ മതി. ഓക്കെ, ദെൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ, വലിയ ചാപ്റ്റർ ഫ്ലൂയിഡ്സിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് ചോദിച്ചാൽ ബെർണോളിസ് തിയറം തന്നെയാണ്. അത് പഠിച്ചിരിക്കണം, പ്രൂഫ് പഠിക്കണം, അതിൻ്റെ ആപ്ലിക്കേഷൻ പഠിക്കണം. ദെൻ കാപ്പിലറി റൈസോൺ പഠിക്കാറുണ്ട്, ടെർമിനൽ വെലോസിറ്റി പഠിക്കാറുണ്ട്. അടുത്ത് പാസ്കൽസ് ലോ സ്റ്റേറ്റ്മെന്റ്, അതിനകത്ത് ഹൈഡ്രോളിക് ലിഫ്റ്റ് പഠിക്കാറുണ്ട്. ദെൻ പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വൺ സർഫസ് ടെൻഷൻ ആണ്. ഓക്കെ, എക്സസ് പ്രഷർ. ഇത്രയാണ് അതിനകത്ത് വരുന്നത്. ഞാൻ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് നോക്കി പോവുക. ഓക്കെ, ദെൻ അടുത്ത് തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ. ഇതിനകത്ത് ഡെറിവേഷൻസ് ആയിട്ട് ഒന്നേ ഉള്ളൂ, റിലേഷൻ ബിറ്റ്വീൻ ആൽഫ ബീറ്റ ഗാമ, ഒറ്റ ഡെറിവേഷൻ ഉള്ളൂ. ബാക്കി എല്ലാം 1 മാർക്ക് ക്വസ്റ്റ്യൻസാ. ജസ്റ്റ് നിങ്ങൾ പെട്ടെന്ന് പഠിച്ചോ, വായിച്ചു വിട്ടാൽ മാത്രം മതി. ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇതിനകത്ത്, ആൻസേഴ്സ് ഗ്രൂപ്പ് ഇടുന്നതായിരിക്കും. ഓക്കെ, ദെൻ തെർമോഡൈനാമിക്സ്. ഇതിനകത്ത് മൂന്ന് ഡെറിവേഷൻസ്, 4 ഡെറിവേഷൻസ് ഉണ്ട്. മേയേഴ്സ് ഇക്വേഷൻ ഉണ്ട്, ഐസോതെർമലിലെ വർദ്ധനമുണ്ട്, അഡിയബാറ്റിലെ വർദ്ധനമുണ്ട്, കാർനോട്ട് സൈക്കിളിലെ ഡെറിവേഷൻ ഉണ്ട്. അങ്ങനെ 4 ഡെറിവേഷൻസ് ഉണ്ട്. ബാക്കിയെല്ലാം 2 മാർക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ദെൻ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ PDF ഉണ്ട്. ഓക്കെ, ഇത് ഞാൻ നിങ്ങളെ ഡിസ്ക്രിപ്ഷനിൽ നമുക്കൊരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലെ ലിങ്ക് ഉണ്ട്, ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ആവശ്യമുള്ള ആൾക്കാർ അവിടുത്തെ ഡൗൺലോഡ് ചെയ്യുക. ദെൻ നമ്മുടെ കൈനറ്റിക് തിയറിക്കകത്തുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് കൈനറ്റിക് തിയറി തന്നെയാണ്. അതിനകത്ത് പ്രഷർ എക്സെപ്റ്റ് ബൈ ഗ്യാസ് മോളിക്യൂൾ, അതിന്റെ ഡെറിവേഷൻ. ഇതിന് ലോ ഓഫ് ഇക്വിപാർട്ടീഷൻ എനർജി ഉപയോഗിച്ചുകൊണ്ട് മോണോ അറ്റോമിക്, ഡൈ അറ്റോമിക്, അതിനകത്ത് CP, CV, ഗാമ, ഇത് 3 ഡിറൈവ് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് ഡെറിവേഷൻസ് പറയാനുള്ളത്. പിന്നെ അതിനകത്ത് കുറെ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. മീൻ ഫ്രീ പാത്ത് എന്താണ്, അതിന്റെ ഇക്വേഷൻ എന്താണ്, ദെൻ റിയൽ ഗ്യാസ് എപ്പോഴാണ് ഐഡിയൽ ഗ്യാസ് ആയിട്ട് മാറുന്നത്, അതിന്റെ കണ്ടീഷൻ എന്താണ്, അങ്ങനെ കുറച്ച് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് നോക്കി പോവുക. ദെൻ ഓസിലേഷനകത്ത് ഡെറിവേഷൻ എന്ന് പറയുന്ന 4 ഡെറിവേഷനേ ഉള്ളൂ. വെലോസിറ്റി, ആക്സിലേഷൻ, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി, ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സിമ്പിൾ പെൻഡുലം. ഓക്കെ, അത് ഡെറിവേഷൻ സ്ഥിരമായി ചോദിക്കുന്നതാണ്. ഇപ്പം ചോദിച്ചില്ല, റിപ്പീറ്റ് ചെയ്ത് ചോദിക്കും.
ഓക്കെ, അതിനകത്ത് സെക്കൻഡ് സ്പെല്ലിനോട് നമ്മൾ പഠിച്ചു വെക്കുക. സെക്കൻഡ് സ്പെല്ലിൽ അടുത്ത ലാസ്റ്റ് ചാപ്റ്റർ ഇതാണ് വേവ്സ്. വേവ്സ്, ടൈപ്സ് ഓഫ് വേവ്സ് 6 ടൈപ്പ് 8 ഉണ്ട്. എല്ലാത്തിനും 1 മാർക്ക് പഠിച്ചാൽ മതി. ദെൻ പ്രോഗ്രസീവ് വേവ് പഠിക്കുമ്പോൾ ഡെറിവേഷൻ പഠിക്കേണ്ട ആവശ്യമില്ല, ഇക്വേഷൻ പഠിക്കുക, പ്രോബ്ലത്തിന് വേണ്ടിയാണ്. എന്താണ് ആംഗുലാർ വേവ് നമ്മൾ ഓർത്തിരിക്കണം. അതിനുശേഷം സ്പീഡ് ഓഫ് എ ട്രാൻസിസ്റ്റീവ് ഇക്വേഷൻ മാത്രം മതി. ദെൻ സ്പീഡ് ഓഫ് എ ലോങ് വേവ്, അവിടെയും 3 കേസുണ്ട്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, അവിടെ ഇക്വേഷൻ മതി. ഗ്യാസ് പഠിക്കുമ്പോൾ ന്യൂട്ടൺ സെപ്പറേറ്റ് പഠിക്കണം, ലാപ്ലേസ് കറക്ഷൻ സെപ്പറേറ്റ് പഠിക്കണം. അതിനുശേഷം റിഫ്ലക്ഷൻ ആണ്. റിജിഡ് ബോഡിയും ഉണ്ട്, ഓപ്പൺ ബൗണ്ടറി ഉണ്ട്. റിജിഡ് ബൗണ്ടറി ഉണ്ട്, ഓപ്പൺ ബൗണ്ടറി ഉണ്ട്. രണ്ടിലും 2 പ്രത്യേകത ഉണ്ട്. ആ 1 മാർക്ക് മാത്രം പഠിച്ചാൽ മതി. പിന്നെ സ്റ്റാൻഡിങ് വേവ്. ഓക്കെ, നോഡ് ആൻഡ് നോഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നടക്കുന്നു. ഒന്ന് സ്റ്റാൻഡിങ് വേവിനെ സ്ട്രെച്ച്ഡ് സ്ട്രിങ്, ഓപ്പൺ പൈപ്പ്, ക്ലോസ്ഡ് പൈപ്പ്. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒന്ന് മസ്റ്റ് ആയിട്ട് ചോദിക്കും. ഇപ്പൊ ഈ എക്സാം ചോദിച്ചത് നമുക്ക് ക്ലോസ്ഡ് പൈപ്പാണ് ചോദിച്ചത്. അടുത്ത് ഓപ്പൺ പൈപ്പ് ചോദിക്കാം, അല്ലെങ്കിൽ സ്ട്രിങ് ചോദിക്കാം. ഓക്കെ, അത് മസ്റ്റ് ആയിട്ട് പഠിച്ചു വേണം, വരച്ച് പഠിക്കണം. ഓക്കെ, പിന്നെ എന്താണ് ബീഡ്സ് ഫ്രീക്വൻസി ആണ് ഫോർമുല. ഇത്രയാണ് നിങ്ങൾക്ക് ഉള്ള മെയിൻ ടോപ്പിക് എന്ന് പറഞ്ഞാൽ. പല ആൾക്കാരും ടോപ്പിക് അറിയില്ല, അതുകൊണ്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് തന്നെ. ഞാൻ സ്പീഡ് എടുത്ത് പോകുന്നത്, ഞാൻ ഈ PDF ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതുകൊണ്ട് അത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, നിങ്ങളത് നോക്കി വെക്കുക. ദെൻ ഇതിനകത്ത് വരുന്ന എല്ലാ 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ചാപ്റ്റർ വൈസ് തന്നെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ 2 മാർക്ക് ക്വസ്റ്റ്യൻ, ന്യൂമറിക്കൽ, ഇതെല്ലാം എന്ത് ചെയ്യും, ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഒന്നുകൂടെ പറയുന്നു, ഡിസ്ക്രിപ്ഷനിൽ കമ്മ്യൂണിറ്റി ലിങ്ക് ഉണ്ട്, ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിനകത്ത് ഈ PDF ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്യുന്നതാണ്. ഓക്കെ.